ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ പ്രമുഖ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വെൽത്ത് മാനേജർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 25/8/2025 നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. പോസ്റ്റ് നെയിം വെൽത്ത് മാനേജർ. ശമ്പള സ്കെയിൽ വരുന്നത് 64,820 രൂപ മുതൽ 93,960 രൂപ വരെ. ഒഴിവുകൾ 250 ആണ്. വേക്കൻസികൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. SC 37, STക്ക് 18, OBCക്ക് 67, EWSന് 25, അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിക്ക് 103, അങ്ങനെ ടോട്ടൽ 250. PWBDക്ക് VIക്ക് 3, HIക്ക് 3, OICക്ക് 2, MODക്ക് 2. അപേക്ഷ അയക്കേണ്ട തീയതി 5/8/2025 മുതൽ 25/8/2025 വരെ. ഇനി പ്രായപരിധിയും എസൻഷ്യൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കാം. പ്രായപരിധി മിനിമം 25 വയസ്സും മാക്സിമം 35 വയസ്സും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഫുൾ ടൈം 2 വർഷത്തെ ഡിഗ്രി കോഴ്സ് പാസ്സായിരിക്കണം. അതായത് MBA അല്ലെങ്കിൽ MMS അല്ലെങ്കിൽ PGD BA അല്ലെങ്കിൽ PGD BM അല്ലെങ്കിൽ PGD PM അല്ലെങ്കിൽ PGD M, ഇതിലേതെങ്കിലും 2 വർഷത്തെ ഡിഗ്രി കോഴ്സ് പാസ്സായിരിക്കണം. ഇനി എക്സ്പീരിയൻസ് നോക്കാം. വെൽത്ത് മാനേജ്മെന്റിൽ പബ്ലിക് ബാങ്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിലോ അല്ലെങ്കിൽ ഫോറിൻ ബാങ്കിലോ അല്ലെങ്കിൽ ബാങ്കിങ് ഫേംസിലോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫേംസിലോ വെൽത്ത് മാനേജ്മെന്റിൽ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം. SC ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും PW വിഭാഗക്കാർക്ക് 10 വർഷവും എക്സ് സർവീസ്മാർക്ക് 5 വർഷത്തെയും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൽ ഓൺലൈൻ എക്സാമിനേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ഓൺലൈൻ എക്സാമിനേഷന്റെ സിലബസും ഡീറ്റെയിൽസും നോക്കാം. ഓൺലൈൻ എക്സാം 2 പാർട്ടായിട്ടാണ്. പാർട്ട് 1 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. റീസണിങ് അടുത്തത് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. അങ്ങനെ അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 75 മിനിറ്റ് ആണ്. സെക്കൻഡ് പാർട്ട് വരുന്നത് പേഴ്സണൽ നോളജ് റിലവൻറ്റ് ടു ദ പോസ്റ്റ്. 75 ക്വസ്റ്റ്യൻസ് ആണ്, 150 മാർക്കാണ്, 75 മിനിറ്റ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് 225 മാർക്ക്, 150 മിനിറ്റ് ആണ്. അത് 2.5 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ കേരളത്തിലെ സെൻറ്ററുകൾ നോക്കാം. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ടയം എന്നിങ്ങനെയാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ. ഇതിന് പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. സെലക്ഷൻ ലഭിച്ച് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് മുതൽ 2 വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും. ഇതിന് സർവീസ് ബോണ്ട് ഉണ്ട്. ജോയിൻ ചെയ്യുന്ന ഡേറ്റ് മുതൽ 3 വർഷക്കാലം ബാങ്കിൽ തുടർച്ചയായി വർക്ക് ചെയ്തു കൊള്ളാമെന്നും അല്ലാത്ത പക്ഷം 2.5 ലക്ഷം രൂപ ബാങ്കിന് നഷ്ടപരിഹാരമായി നൽകിക്കൊള്ളാമെന്നും സമ്മതിച്ചുകൊണ്ട് 2.5 ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. SC ST PWBD ഉദ്യോഗാർത്ഥികൾക്ക് 177 രൂപയും ജനറൽ OBC EWS ഉദ്യോഗാർത്ഥികൾക്ക് 1180 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. അപ്ലൈ ചെയ്യേണ്ട വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.unionbankofindia.co.in എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.